അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ക്ലേ ആണ്, റോസ് കളറ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ബ്ലേഡ്, പിന്നെ നമ്മളെപ്പോഴും എടുക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ നമുക്കുള്ളൊരു ബോർഡ്. അപ്പോൾ നമ്മളെല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലേ എടുക്കാം, നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് മയപ്പെടുത്തി എടുക്കണം, സ്മൂത്താക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കത് വേഗം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ക്ലേയും ക്രാഫ്റ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എല്ലാം പുറകാലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. നന്നായിട്ട് അതൊന്ന് മയപ്പെടുത്തി എടുത്ത ശേഷം ഇതേപോലെ നമുക്ക് നീളത്തിലാക്കി എടുത്തിട്ട് നമ്മുടെ ബോർഡിനകത്ത് വെച്ച് നമുക്ക് ചെറിയ 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 കനം കുറഞ്ഞ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ പീസ് മാറ്റിയേക്ക്, ശേഷം തൊട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് നല്ല തിന്നായിട്ടുള്ള പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. ആവശ്യത്തിന് വേണ്ട പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കൈക്കകത്ത് വെച്ചിട്ട് പതിയെ അമക്കി ഇതിൻ്റെ കട്ടി കുറച്ച് ഒരു ഇതളിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കണം. മനസ്സിലായോ? നമ്മൾ അടിഭാഗം വലുതായിട്ട് ഞെക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ മണ്ടഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കി അത് റൗണ്ടാക്കി നമുക്ക് കാണുമ്പോൾ ഒരു ഇതളിൻ്റെ ഷേപ്പ് വരണം. പിന്നെ പ്രത്യേകം ഇന്ന ഷേപ്പ് എന്നൊന്നുമില്ല, നമുക്കൊരു ഷേപ്പ് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കതിന് ഇതളുകളാക്കി എടുക്കാം. നമുക്കിനി നമ്മുടെ ഇതളുകൾ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് മുട്ട ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുട്ടിനായിട്ട് നമ്മൾ സെയിം ആ റോസ് ക്ലേ തന്നെ എടുക്കുക. അതൊരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ നമുക്കത് ഉരുട്ടിയെടുക്കണം. കാണുമ്പോൾ ഒരു മഴത്തുള്ളി പോലെ ഇരിക്കണം. നമുക്കൊരു മുട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ആ മുട്ടിനകത്ത് ഒരു 2-3 കുഞ്ഞ് ഇതളുകളൊക്കെ അതിനകത്തുനിന്ന് തന്നെ ഉണ്ടാക്കി. അത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു മുട്ടിനൊരു ഭംഗി ഇട്ടിട്ടെന്നും കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇതളുകൾ ഓരോന്നായിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് ഈ മുട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ അടുക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇന്ന ഷേപ്പൊന്നും അല്ലെങ്കിൽ ഇന്ന ലെവലിൽ വെക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പൂവിൻ്റെ ഭംഗി വരണം, അത്രയേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഓപ്പോസിറ്റായിട്ട് നല്ല വൃത്തിക്ക് ഇത് അടുക്കി കൊടുക്കണം.
നമ്മുടെ റോസാപ്പൂവിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറം നമുക്കൊരു കാണാനൊരു ഭംഗി വരത്തക്ക വിധത്തിൽ നമുക്കതൊന്ന് തേച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. നമ്മുടെ ഇതളുകളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലാക്ക് സർഫസിനകത്തൊരു കോണ് വെച്ച് അതിനകത്ത് ഈ പൂ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കി അതിനകത്ത് വെക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല ഇപ്പം നിങ്ങൾക്ക് ഇതിന് തണ്ടൊക്കെ കൊടുത്ത് 2 ഇലയൊക്കെ കൊടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഒരു പൂവായതുകൊണ്ടാണ് നമുക്ക് വലിയ ഭംഗിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഒരു 4-5 എണ്ണമൊക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം ഞാനിപ്പോൾ വെക്കുന്ന സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ക്ലേ കൊണ്ട് ഞാനൊരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക എന്നേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ പൂ വയ്ക്കാനുള്ള കോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് പൂ കൂടി ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് എൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കൂടി നോക്കാം ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഓക്കെ.